ഒന്നുമില്ലടാ, വണ്ടി ഇപ്പോൾ ഇന്നലെ ഇപ്പം ബ്രേക്ക് കഴിഞ്ഞ് ഇറങ്ങിയത്. കയ്യിലാണ് പൈസ ഇല്ല, നാളെ ഇപ്പോൾ പെരുന്നാളാ. കുട്ടികളിപ്പോൾ എന്നെയും കാത്തുക്കും, ഡ്രസ്സ് എടുക്കാനും പൈസ ഇല്ല. എന്തപ്പോൾ ചെയ്യാനൊരു ഐഡിയ ഇല്ല. എൻ്റെ അടുത്തേ കുറച്ച് പൈസ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ പണിയൊക്കെ ഉണ്ടായിട്ട് ആക്കും പോലെ തന്നാൽ മതി. അതെനിക്ക് വേണ്ട, കടമായിട്ടൊരു ഒറ്റ ഉറുപ്പ്യ എനിക്ക് വേണ്ട. നിങ്ങളൊരു അഭിമാനി. ഇത് പിടിച്ചാണേ, പറ്റൂല, എനിക്ക് വേണ്ട, അത് പറ്റൂലേ. അല്ലേ വേണ്ട. നിങ്ങളിവിടെ സങ്കടപ്പെട്ടിരിക്കേ, ഞാൻ പോവാ. ആയിക്കോട്ടെ, ചോദിക്കുന്നു. ഹലോ ഹലോ, കുഞ്ഞിനേക്കാ സുനിലാണേ. സുനിലെ പറയടാ. നിങ്ങൾ പെണ്ണുങ്ങളെ പോണക്കേ ഒരു 5000 ഉറുപ്പിക എടുക്കണേ. എന്തിനാ വെച്ചാ പൈസ ഇട്ട്? അത് വാണ്ടില്ലേ, എന്നോട് പറഞ്ഞല്ല വേണ്ടെന്നുള്ളത്. ഞാനേ നിങ്ങൾക്ക് തരാനുള്ള പൈസ എന്ന് താത്തോണ്ട് പറഞ്ഞിരിക്കണേ, നിങ്ങൾ അതേപോലെ താത്തോണ്ട് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എന്തപ്പോൾ ചോദിച്ചാൽ ആ പൈസ ഇപ്പോൾ എന്നപ്പോൾ എനിക്ക് തരാൻ പറ്റുകയെന്ന് പറയാൻ പറ്റൂല. ഏതായാലും ഇൻഷാ അല്ലാഹ് വേഗത തരണ്ട കേട്ടോ. പൈസൻ്റെ കാര്യം വെച്ച് നിങ്ങൾ ഇറങ്ങാറാണ്ട, എനിക്കിപ്പോൾ ഒരു ധൃതിയില്ല. നിങ്ങൾ ആക്കം പോലെ കിട്ടിയിട്ട് തന്നാൽ മതി. ഇപ്പം ഞാൻ നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾ അയൽവാസികളുടെ കാര്യമുണ്ടോ? നിങ്ങളെ കുട്ടിയൊക്കെ ദിവസം തുടക്കും ഇത് മുമ്പാറക്ക്. ഓക്കെ. എടി, എൻ്റെ ഫോണിക്ക് ആ സുനിൽ പൈസ അയച്ചിനി. ഓന് ഞാൻ ഒരു 2 മാസം മുന്നേ വായ്പ കൊടുത്തതിന്. എന്നാൽ വെച്ചൊരു കാര്യം ചെയ്യ്, ഞാനൊരു അരമണിക്കൂർ കൊണ്ട് പരിക്കെത്താം. ജോലിക്ക് ഞാൻ വരാട്ടോ. ഓക്കെ. ഹോയ് അവിടേക്ക്. എനിക്കറിയൊരു കാര്യം, എൻ്റെ അയൽവാസി കുഞ്ഞാണില്ലേ, ഓട്ടോറിക്ഷ കുഞ്ഞാണി, 5000 ഉറുപ്പിക വായ്പ വാങ്ങിക്കണേ. അപ്പോൾ ഞാൻ എന്നെ തരും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പണിക്കും പോല അവനങ്ങനെ ഓട്ടോറിക്ഷ ഇട്ടിക്കണ്ട മറ്റേ തോടിൻ്റെ അവിടെ അങ്ങനെ കുത്തിരിക്കുക. വേറൊരു പരിപാടി എനിക്കില്ല. ഇരക്കനെ ഒരു എളുപ്പമില്ല. എന്നാൽ വണ്ടി എടുത്തിട്ട് ഓടോ അതുമില്ല. തോട്ടിങ്ങനെ ഇങ്ങനെ ഫോണുമ്പോൾ കളിച്ചിട്ട് എടുക്കണ പണിയാ. എന്നോട് ചോദിച്ചാലേ എനിക്ക് കൊടുക്കരുത് കേട്ടോ. എന്നെ അറിയുന്നവരോടും പറഞ്ഞോണ്ടേ, കൊടുത്താലേ കുടുങ്ങും. ഒരു സമാധാനമായിട്ട്